ഇവിടെ കേട്ടോ ബാത്റൂമിൽ നമ്മൾ CPVC ചെയ്തിട്ട്, ഇതിപ്പോൾ കിച്ചണാണ്, ബാത്റൂമിൽ CPVC ചെയ്തിട്ട് ശരിക്കും PPRൻ്റെ ഉപയോഗം എന്താണോ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കുടിവെള്ളത്തിന്. ഓക്കെ, റൈറ്റ് സൈഡിൽ കുടിവെള്ളവും ലെഫ്റ്റ് സൈഡ് CPVC. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ KPT എന്ന ബ്രാൻഡാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നല്ല സമയമെടുക്കും, നല്ല സമയമാണ്, അതാണ് പ്രശ്നം. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം നോക്കണ്ട, അത്രയ്ക്ക് ഉറപ്പാട്ടോ. നല്ല റേറ്റും ഉണ്ട്. 2 ഇഞ്ചാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. 2 ഇഞ്ച് ചെയ്ത് വരുമ്പോൾ നല്ല റേറ്റാണ് പൈസ. നേരെ മറിച്ച് 3/4 ഇഞ്ച് ഒന്നും കുഴപ്പമില്ല, 3/4 ഇഞ്ച് 1 ഇഞ്ചൊക്കെ ചെയ്യാം കേട്ടോ. സിമ്പിളായിട്ട് ഞാൻ ചെയ്തു പോകാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ബാക്കി കുറച്ച് ചെയ്യാണ്ട്. ഇതിപ്പോൾ സാധാ കിച്ചണാണ്, അതിൻ്റെ കൂടെ മോഡൽ കിച്ചണിക്ക് ഉണ്ടോ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു കുടിവെള്ളത്തിനും ഒരു സിങ്കിൻ്റെ സാധാ വെള്ളത്തിനും. അപ്പോൾ കുടിവെള്ളത്തിന് ഇതിൽ നിന്ന് എടുക്കുക, കഴുകാൻ ഇതിൽ നിന്ന് എടുക്കുക. 2 ടാങ്കാണ് വെച്ചിട്ടുള്ളത്. ഫുള്ളായിട്ട് ഫുഡ് ഗ്രേഡ് സിസ്റ്റം ചെയ്തിട്ടുള്ളത് കേട്ടോ. HD പൈപ്പും PPR PVC. ബാത്റൂമിൻ്റെ അകത്തും കൂടി ചെയ്യണമെന്നുണ്ട്, പക്ഷേ നടക്കൂല, ഒരുപാട് സമയമെടുക്കും, ലേബർ ഒരുപാട് വരും. അപ്പോൾ CPVC STR 9 ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ചെയ്തുള്ളത് ഉണ്ടോ, ഇവിടുന്നാണ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ PVC ലൈൻ അങ്ങനെ പോയിട്ടുണ്ട്. ഓരോ ബാത്റൂമുക്ക് സെപ്പറേറ്റാണ്, ഗാർഡൻ സെപ്പറേറ്റ് ഒക്കെ ചെയ്ത് പോയിട്ടുണ്ട്. ഇത് വാഷിംഗ് മെഷീൻ്റെ ഒരു കണക്ഷനാണ് ഈ പോകുന്നത്. ഒക്കെ ഓപ്പണാണ് ചെയ്തിട്ടുള്ളത്, കൺസീൽഡ് അവിടെയും ചെയ്തിട്ടില്ല. ഈ കാണുന്ന മാത്രം പൈപ്പ് മാത്രമേ മണ്ണിനടിയിൽ കൂടെ വന്നിട്ടുള്ളൂ, വേറെ ഒരു പൈപ്പും വന്നിട്ടില്ല. അത് നമ്മൾ മാറ്റിയിട്ട് അത് മേലെ കൂടെ ആക്കും, HD പൈപ്പാക്കും, 15 kg HD പൈപ്പാക്കും. അപ്പോൾ അത് പൊട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് നെറ്റ്വർക്ക് സിസ്റ്റത്തിൻ്റെ പൈപ്പുകളാണ്. അങ്ങനെ ഇച്ചിരി പൈപ്പൂടെ വന്നിട്ടുണ്ടാവും, ഉണ്ടോ. മണ്ണിനടിയിലൂടെ ഒക്കെ വരുന്നത് HD പൈപ്പായിരിക്കും. 15 kg ഇവിടം വരെ PVC വരും. മണ്ണിനടിയിലൂടെ ഈ HD പൈപ്പ് ഇതാകുമ്പോൾ പൊട്ടാൻ ചാൻസ് ഇല്ല. അവിടെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വിലയും കുറവാണ്, പൊട്ടാനും ചാൻസ് ഇല്ല. എന്താ അവിടെ ഒരു കണക്ഷൻ ഉണ്ട്, പിന്നെ അപ്പുറത്ത് ഒരു കണക്ഷൻ ഉണ്ട്. ഇതാണ് നെറ്റ്വർക്ക് ഇട്ടിട്ടുള്ളത്. നെറ്റ്വർക്കിന് ഇതാ അടിയിൽ 1 ഇഞ്ചിൻ്റെ ഓസ് ഇട്ടിട്ടുണ്ട്. നേരെ ഫ്രണ്ട് ഗേറ്റിനോടെ പോകും. ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരും. ഇവിടുന്ന് നേരെ ഇതാ ഇവിടെയാണ് സർവർ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേറെ സ്പേസ് ഒന്നുമില്ല, ഇവിടെ സർവർ റൂമിലേക്ക് എത്തും. സർവർ റൂം എന്ന് പറയല്ല, സോറി, TV റാക്കാണ്. ഇതിനടിയിലാണ് സർവർ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. ഇനി വയർ വരാണ്ട്, ഓട്ടോമേഷൻ ഗേറ്റിൻ്റെ വയറും പിന്നെ ഡോർ ക്യാമറേൻ്റെ വയർ, ഇത് CCTVൻ്റെ വയറാണ്. അപ്പോൾ IP ക്യാമറയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ Cat6 കേബിൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ DV KCB ലൈന്, ഇൻവെർട്ടർ ലൈന്, ഇവിടെ ഒരു ടേബിൾ ടോപ്പ് ബേസും